ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. സ്ഥിര നിയമനമാണ് വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം പ്ലാൻ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് പ്ലാൻ അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കാറ്റഗറി 14A ആണ്. ശമ്പളം 23,000 മുതൽ 56,240 രൂപ വരെയാണ് ലഭിക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 39ഉം SC/ST വിഭാഗക്കാർക്ക് 4ഉം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിഭാഗക്കാർക്ക് 4 വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ടോട്ടൽ 47 ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഗ്രാജുവേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്തത് നോൺ ഓഫീസർ വിഭാഗത്തിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കാറ്റഗറി 11G ആണ്. ശമ്പളം 29,490 മുതൽ 85,160 രൂപ വരെയാണ് ലഭിക്കുക. ജനറൽ വിഭാഗത്തിന് 21ഉം SC/ST 2ഉം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒരു ഒഴിവുമാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 24 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രിയാണ്. കൂടാതെ അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബ്സിലുള്ള 2 വർഷത്തെ മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് ഓഫീസർ കാറ്റഗറി വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് ഡയറി ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കാറ്റഗറി 6D ആണ്. ശമ്പളം 50,320 മുതൽ 1,01,560 രൂപ വരെയാണ് ലഭിക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 6ഉം SC/STക്ക് ഒരു ഒഴിവുമാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള BTech ഡിഗ്രിയാണ്. കൂടാതെ ഡയറി പ്ലാന്റിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് കൂടാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് ഡയറി ഓഫീസർ, അസിസ്റ്റന്റ് HRD ഓഫീസർ, അസിസ്റ്റന്റ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ, അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ, അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ, അസിസ്റ്റന്റ് പർച്ചേസ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് ഡയറി ഓഫീസർ, സിസ്റ്റം സൂപ്പർവൈസർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ, ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ സൂപ്പർവൈസർ, മാർക്കറ്റിംഗ് അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്നീ തസ്തികകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ലിമിറ്റഡിലും തിരുവനന്തപുരം മിൽമ വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത്. റിട്ടേൺ ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് 50%. തെറ്റുത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. റിട്ടേൺ ടെസ്റ്റ് കാറ്റഗറി അനുസരിച്ച് 2 മുതൽ 3 മണിക്കൂർ വരെയാണ്. ഇനി ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1985 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC/ST, OBC, എക്സ് സർവീസ്മാൻ, ആനന്ദ മാതൃക ക്ഷീര സഹകരണ സംഘങ്ങളിലെ സ്ഥിരം ജീവനക്കാർക്കും ഉയർന്ന പ്രായപരിധിയിൽ വയസ്സുളവ് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അപേക്ഷ ഫീ വരുന്നുണ്ട്. ഓഫീസർ കാറ്റഗറി തസ്തികയിലേക്ക് SC/ST വിഭാഗക്കാർക്ക് 500ഉം മറ്റു വിഭാഗക്കാർക്ക് 1000 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുക. നോൺ ഓഫീസർ കാറ്റഗറിയിലെ SC/STക്കാർക്ക് 350ഉം മറ്റ് വിഭാഗക്കാർക്ക് 700 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. പ്ലാൻ അസിസ്റ്റന്റ് കാറ്റഗറിയിലേക്ക് SC/ST വിഭാഗക്കാർക്ക് 250ഉം മറ്റു വിഭാഗക്കാർക്ക് 500 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. www.malabarmilma.com എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ www.mrcmpu.com എന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 27/11/2025 വരെയാണ്. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6/11/2025 മുതലാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷയോടൊപ്പം നിങ്ങൾ 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തിരിച്ചറിയൽ രേഖ, വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടാതെ ആനുകൂല്യം ലഭിക്കുന്ന വിഭാഗക്കാർക്ക് സംവരണ ആനുകൂല്യ സർട്ടിഫിക്കറ്റ്, വയസ്സളവ് ലഭിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ക്ഷീര കർഷകർക്കും അവരുടെ ആശ്രിതർക്കും മുൻഗണന ലഭിക്കുന്നതിനായുള്ള സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ്.
അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.